ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ബൈബിളിനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പുസ്തകശാല തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ശൈലിയിലുള്ള പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. പ്രവചനങ്ങൾ, പ്രബോധനങ്ങൾ, ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററി, പദ്യം, ഗദ്യം എന്നിവയെല്ലാം ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ ലെക്സിയോ ദിവീനയിലെ ലെക്സിയോയിൽ ഇൻ്റലക്ച്വൽ റീഡിങ്ങിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ബൈബിളിലെ ചില ഭാഗങ്ങളെ ഡാർക്ക് പാസേജസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇവയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത്തരം ഇൻ്റലക്ച്വൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇത്തരം പാസേജസിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള സാഹിത്യ ശൈലി, അങ്ങനെ പറയാനിടയായ സാഹചര്യം, ആ പാസേജസിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളുടെ അന്നത്തെ കോണ്ടെക്സ്റ്റിലുള്ള അർത്ഥം, ഇവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണത്തിന് യുദ്ധങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രതിരോധത്തിന് വേണ്ടിയല്ലാതെ ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്. ഇസ്രായേൽ ജനതയുടെ ഒരു സുപ്പീരിയോറിറ്റിയെ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം മറ്റു ജനതകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് ധാർമ്മികമായി അധപതിച്ചു പോയ ഒരു സമൂഹത്തിൻ്റെ ഉച്ചനീചത്വങ്ങളെ തുടച്ചു മാറ്റാനുള്ള ഒരു ഉപാധിയായിരുന്നു. പോലെ ഒരു ജനതയെ യുദ്ധം ചെയ്ത് ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നതിനെ ഒരു റിത്തോറിക് ശൈലിയിലൂടെ നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ പത്രങ്ങളിൽ പോലും ചില കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കാറില്ലേ? അതിൻ്റെ വാച്യാർത്ഥമല്ല, മറിച്ച് അതിൻ്റെ ധ്വനി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ അടിമകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹെബ്രായ അടിമകൾ ഇന്നത്തെ അടിമകളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു. കാരണം പണമോ മറ്റോ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി അടിമവേല ചെയ്ത് ആ പണം തന്ന് വീട്ടിക്കൊള്ളാം എന്നുള്ളൊരു സമ്പ്രദായം ഇസ്രായേലിലുണ്ടായിരുന്നു. അതിനെയാണ് ഹെബ്രായ അടിമകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം അടിമകളെ പോലും 7-ാം വർഷത്തിൽ സ്വതന്ത്രരാക്കണം എന്നുള്ള നിയമവും ഇസ്രായേലിനുണ്ടായിരുന്നു. സൂചിപ്പിക്കുന്നത് നമ്മൾ ചില പദപ്രയോഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നാണ്. 2010 ഇറങ്ങിയ ബെനഡിക്ട് പാപ്പായുടെ പോസ്റ്റ് സിനഡൽ അപ്പസ്തോലിക് എക്സോർട്ടേഷനാണ് വെർബും ഡോമിനി. ബൈബിൾ എങ്ങനെ വായിച്ച് മനസ്സിലാക്കണമെന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബൈബിൾ എഴുതപ്പെട്ടത് നൂറ്റാണ്ടുകളുടെ സമയമെടുത്താണ്. നരബലി, ശിശുബലി, വേശ്യാവൃത്തി തുടങ്ങിയ തികച്ചും ഗോത്രവർഗക്കാരുടെ പ്രാകൃതങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ നിയമങ്ങൾ നൽകി അവരുടെ മൊറാലിറ്റി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ദൈവം തൻ്റെ സ്വപുത്രനെ പോലും ഈ ലോകത്തിലേക്ക് അയച്ചു. ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകി ഈശോ കുരിശുമരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്തു. ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ശിക്ഷണങ്ങൾ നൽകുന്ന ഒരു നല്ല അപ്പനെയാണ് ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൽ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമ എന്ന പുണ്യത്തെ അഭ്യസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം പൗരസ്ത്യ സഭകളിലെ അലക്സാൻഡ്രിയൻ റീത്തിൽപ്പെട്ട എരിത്രേൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ്റെ പുൽക്കൂട്, ക്രിബ് ഓഫ് ലവ്.